വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ. നമുക്കിത് നല്ലപോലെ അരിച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇല്ലെങ്കിൽ ബേക്ക് ചെയ്തതിന് ശേഷം കേക്ക് ചില ഭാഗം മാത്രമേ പൊങ്ങി വരത്തുള്ളൂ, ചില ഭാഗം പൊങ്ങത്തില്ല. അതുകൊണ്ടാണ് നല്ലപോലെ മിക്സ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 മുട്ട, എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തതാണ്. നമുക്കിനി ആദ്യം ഇതിൻ്റെ എഗ് വൈറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കുറേശ്ശെ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് ഓയിലും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ബീറ്റ് ചെയ്യണം. എല്ലാം കൂടി നല്ലപോലെ യോജിച്ച് വരണം. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ച എഗ് യോക്സ് കുറേശ്ശെ ചേർത്ത് നല്ലപോലെ അതും കൂടി ബീറ്റ് ചെയ്യാം. നമുക്ക് നേരത്തെ സീവ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് നമുക്ക് സ്പാച്ചുല കൊണ്ടോ വിസ്ക് കൊണ്ടോ ഫോൾഡ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഫോൾഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനേക്കുള്ള കോഫി മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ കോഫി പൗഡർ, അതായത് ബ്രൂവും, 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ കോഫി മിക്സ് ബാറ്ററിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഓവനിലൊന്നുമല്ല, സാധാ രീതിയിലാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് സോസ് പാനിലാണ്. അതിനായിട്ട് ഞാനിവിടെ സോസ് പാനിലേക്ക് ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ടാപ്പ് ചെയ്യണം. ബബിൾസ് ഒന്നും ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ടാപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാനിലേക്ക് വെച്ചതിന് ശേഷം ഒരു മൂടി കൊണ്ട് അടച്ച് വെക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു 50 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തത്. അപ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ നിങ്ങളെടുക്കുന്ന സോസ് പാനിൻ്റെ കട്ടി അനുസരിച്ച് കുറവോ കൂടുതലോ സമയം വരാം. അപ്പോൾ എൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കേക്ക് റെഡി ആണോ നോക്കാൻ വേണ്ടിയിട്ടൊരു സ്ക്യൂവർ കൊണ്ട് കുത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെന്തൊക്കെ ഇട്ടുണ്ട്, ഒന്നും ഒട്ടി വരുന്നില്ല. പിന്നെ അവിടെ ഒരു 1/2 മണിക്കൂർ റൂം ടെമ്പറേച്ചറിന് വെച്ചതിന് ശേഷം ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാനിവിടെ ഓയിൽ പേപ്പറെല്ലാം മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് അടിക്ക് പിടിച്ചു പോയി. അതുകൊണ്ട് ഞാൻ ഒന്ന് ആ ഭാഗം കട്ട് ചെയ്തു. എന്നിട്ട് നല്ല ഹൈറ്റായിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കേക്ക് ക്രീമൊക്കെ വെച്ച് നല്ലതായിട്ട് എടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്യുവാണ്. കേക്കൊന്നും തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ കേക്കിൻ്റെ ഒരു ലെയർ വെച്ച് ഷുഗർ സിറപ്പ് നല്ലപോലെ ഒഴിച്ച് വെറ്റ് ചെയ്യുക. അതിനുശേഷം ക്രീം നല്ലപോലെ അപ്ലൈ ചെയ്യണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ലെയറും ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ക്രീം സൈഡിലെല്ലാം ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്ത കേക്കാണിത്. ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റിലോട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ വിപ്പിംഗ് ക്രീം ഒഴിച്ച് മിക്സ് ചെയ്താണ് ഈ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് ഡ്രോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഡിസൈൻ ആയിരിക്കും അത് കാണാൻ വേണ്ടിയായിട്ട്.
ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഫ്ലവേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ നോസിലാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നമ്പറൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഈ സ്റ്റാർ നോസിൽ കൊണ്ട് ഞാൻ ഫ്ലവേഴ്സ് വരയ്ക്കുകയാണ്. ഇപ്പോൾ ഫ്ലവേഴ്സ് ഞാൻ വരയ്ക്കുന്നത് കേക്കിൻ്റെ സൈഡിലും അതായത് ആ വട്ടത്തിലായിട്ട് വരയ്ക്കുന്നുണ്ട്. പിന്നെ സെൻറ്ററിലായിട്ട് 2 ഫ്ലവറും കൂടെ വരയ്ക്കുന്നുണ്ട്. പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ സ്റ്റിക്കും കൂടെ ഒന്ന് ചെറുതായിട്ട് കുത്തി വെക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ചെറിയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ ഫ്ലവേഴ്സ് വിട്ട് വിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇത്തിരി നല്ല ഇതായിട്ടിരിക്കട്ടെ എന്ന് ഓർത്താണ് ചെറിയൊക്കെ വെച്ചിരിക്കുന്നത്. വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹാപ്പി ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള കേക്കാണിത്. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയ സ്റ്റിക്കൊക്കെ കുത്തിവെച്ചപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഞാനിവിടെ കേക്ക് മുറിക്കാൻ പോവാം. ഇപ്പോൾ കേക്ക് മുറിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേക്ക് സോഫ്റ്റ് ആണോ അല്ലയോ എന്ന്. മുറിച്ചപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയത്. 3 ലെയറായിട്ട് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബർത്ത്ഡേ കേക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.